അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. താബീങ്ങളിൽപ്പെട്ട പ്രമുഖനായ വ്യക്തിത്വമായിരുന്നു അബൂ വാസില എന്ന പേരിൽ അറിയപ്പെട്ട ഇയാസ് ബിൻ മുആവിയ റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ധാരാളമായി കരയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, മാ യുബക്കീക യാ അബാ വാസില, അല്ലയോ അബൂ വാസില, എന്താണ് താങ്കളെ ഇങ്ങനെ കരയിപ്പിച്ചത്? അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, കാനലി ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും എനിക്കായി തുറക്കപ്പെട്ട 2 വാതിലുകളുണ്ടായിരുന്നു. വഗുലിഖ അഹദുഹുമ, അതിൽ ഒന്ന് ഇപ്പോൾ കൊട്ടിയടക്കപ്പെട്ടു. തൻ്റെ ഉമ്മയുടെ മരണം സ്വർഗത്തിലേക്ക് തുറന്നു വെക്കപ്പെട്ട ഒരു വാതിൽ അടക്കപ്പെട്ടതായാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കേവർക്കും സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 വാതിലുകളുണ്ട്. ഒരുപക്ഷെ രണ്ടും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകാം. ചില ആളുകൾക്ക് 2 നഷ്ടപ്പെട്ടവരുണ്ടാകാം, ചിലർക്ക് 1 മാത്രം നഷ്ടപ്പെട്ടവരുണ്ടാകാം. എന്തൊക്കെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു കാരണമായി, നിമിത്തമായി ഇഹലോകത്ത് നമുക്ക് നൽകിയ 2 അനുഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് ഏറ്റവും നന്നായി നന്മ ചെയ്യാൻ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം നന്നാക്കണമെന്ന് ഏറ്റവും പ്രധാനമായും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. അവർക്ക് നന്മ ചെയ്യാൻ മാത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തം മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്നവരായിരുന്നാൽ പോലും അവർക്ക് ഭൗതികമായ എല്ലാ നന്മകളും സേവനങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കലും അവരെ ധിക്കരിക്കാനോ അവരെ പ്രയാസപ്പെടുത്താനോ നമ്മൾക്ക് പാടില്ല എന്നാണ്. അവരോടുള്ള ബന്ധം ഏത് രൂപത്തിലായിരിക്കണമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധ്യമാകും. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ യുരീദുൽ ബിർറു ബിഹിമാ മഅൽ ലുത്ഫി വലീനിൽ ജാനിബി ഫലാ യുഗ്ലിദു ലഹുമാ ഫിൽ ജവാബി വലാ യുഹിദ്ദു അൻ-നദറ ഇലൈഹിമാ വലാ യുർഫഉ സൗതുഹു അലൈഹിമാ ബൽ യകൂനു ബൈന യദൈഹിമാ മിസ്ലുൽ അബ്ദി ബൈന യദൈ സയ്യിദി തദല്ലുലൻ ലഹുമാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ലോലമായി പെരുമാറണം. അവരിലേക്ക് ഒരിക്കലും നമ്മൾ തുറിച്ചു നോക്കുവാൻ പാടില്ല. അവരോടൊരിക്കലും നമ്മൾ ഉത്തരം പറയുമ്പോൾ ശബ്ദം കനപ്പിക്കാൻ പാടില്ല. അവരോട് സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുവാൻ പാടില്ല. മറിച്ച് ഒരു രാജാവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ യജമാനൻ്റെ മുമ്പിൽ ഏറ്റവും താഴ്മയോടുകൂടി നിൽക്കുന്ന ഒരു അടിമയെ പോലെ ആയിരിക്കണം നിൻ്റെ മാതാപിതാക്കളോട് നീ പെരുമാറേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ സ്വഹാബികളിൽ ഒരാളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സഹോദരന്മാരെയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായി പഠിപ്പിച്ച വിഷയമാണ് മാതാപിതാക്കൾക്കുള്ള സ്നേഹം. റസൂലെ, ഏറ്റവും അഫ്ളലായ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് എന്ന് പ്രവാചകനോട് ചോദിച്ച സഹാബിയോട് പ്രവാചകന് പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഫുമ്മ അയ്യു, പ്രവാചക പിന്നെ ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഫുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാതാപിതാക്കളെ വിട്ടേച്ച് ജിഹാദിനായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട സഹാബിയോട് നീ തിരിച്ചു പോവുക, എന്നിട്ട് നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അതാണ് നിൻ്റെ ജിഹാദി എന്ന് പ്രവാചകന് പറഞ്ഞയച്ച സന്ദർഭങ്ങൾ 2ലധികം നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള, സ്വഹാബിയാകാനുള്ള സൗഭാഗ്യം മഹാനായ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി നിഷേധിച്ചത് തൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ വ്യക്തിയെ കണ്ടാൽ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടാൻ ആവശ്യപ്പെടണമെന്ന് പ്രവാചകൻ സഹാബികളോട് പോലും ആവശ്യപ്പെട്ടത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത കാരണത്താൽ ഉന്നതനായി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ കവാടമായി തുറന്നു വെച്ച മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മളെ ഏറ്റവും സ്നേഹമുള്ളവരായി, ഏറ്റവും ഗൗരവമുള്ളവരായി മാറേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചല്ലേ, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന,
മാതാപിതാക്കളെ സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ് എന്ന്. അതുകൊണ്ട് ആ കവാടം നമ്മൾ കൊട്ടിയടക്കാതെ മലർക്കെ തുറന്നിട്ട് അവർക്കെല്ലാം നന്മകളും ചെയ്ത് അവരെ പ്രയാസപ്പെടുത്താതെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.